ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഉടനടി സംഭവിക്കാൻ പോകുന്ന ചില സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇവിടെ 2 പൈലുകൾ വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. ഫസ്റ്റ് അബണ്ടൻസ് ആണ്, നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തേത് ചേഞ്ചാണ്. കണ്ടോ? ഫസ്റ്റ് അബണ്ടൻസ്, സെക്കൻഡ് ചേഞ്ച്. നിങ്ങൾക്കിഷ്ടമുള്ളത് ചൂസ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ഇതാണ് അബണ്ടൻസ്, കണ്ടോ? സെക്കൻഡ് ചേഞ്ചാണ്. സെക്കൻഡ്, കണ്ടോ? അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് അബണ്ടൻസ് ആണ്. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷങ്ങൾ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായി ഒരു കാര്യം, നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോവല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. നിങ്ങൾ എനിക്ക് ഇതുവരെയും തന്നിട്ടുള്ള സപ്പോർട്ടിന് നന്ദി. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ ജനറലാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് ഉടനെ വരാൻ പോകുന്ന ചേഞ്ചസ്, സന്തോഷങ്ങൾ, ഇൻറ്റ്യൂഷൻ. കണ്ടില്ലേ, ഇൻറ്റ്യൂഷൻ. ഇവിടെ പലർക്കും പല കാര്യങ്ങളിലും പഴയതിനെ അപേക്ഷിച്ച്, ഇതുവരെയുള്ള ലൈഫിനെ അപേക്ഷിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയോ അറിയാനുള്ള കഴിവ് വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിവിടെ ചിലപ്പോൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് എന്നാണ് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളിലേക്ക് ചില ഉൾവിളികൾ ഉണ്ടാവുന്നതാണ്. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ അറിയാൻ സാധിക്കുന്നതാണ്. ചില കാര്യങ്ങൾക്ക് പരാജയമോ ചില കാര്യങ്ങൾക്ക് ജയമോ ഒക്കെ സംഭവിക്കാം. അല്ലായെങ്കിൽ ചില ഹാപ്പിനെസ് നിങ്ങളിലേക്ക് വരുന്നത് അതെന്താണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വരാൻ പോകുന്നു. അല്ലായെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത് നിങ്ങൾക്ക് പ്രകൃതിയിൽ കാണാൻ സാധിക്കുന്നു. അതിൻ്റേതായ ചില സിൻക്രോണസിറ്റീസൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ചില ഏഞ്ചൽ നമ്പേഴ്സ് കാണാം, അല്ലായെങ്കിൽ ചില നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് പ്രകൃതിയിൽ കാണാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല സമാധാനവും ശാന്തിയും ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ കടന്നു പോകുന്നു. അല്ലായെങ്കിൽ നിങ്ങൾ അത്തരത്തിലുള്ള സന്തോഷവുമായി കണക്റ്റ് ആവാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ സ്പിരിച്വൽ യൂണിയനാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. എവിടെയോ എപ്പോഴോ നിങ്ങൾ കണ്ടു പരിചയപ്പെട്ട ചില വ്യക്തികൾ ഉണ്ടാവാം. അവരുമായി നിങ്ങൾക്ക് ഒരുപാട് നല്ല സന്തോഷങ്ങൾ പങ്കിടാൻ, അല്ലെങ്കിൽ നല്ല മുഹൂർത്തങ്ങൾ, നല്ല നിമിഷങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങൾ പങ്കിട്ടിട്ടുണ്ടാവാം. ഒരുപാട് നിങ്ങൾക്ക് സന്തോഷിപ്പിക്കുന്ന അവസ്ഥകൾ, സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നിരിക്കാം. നിങ്ങളവരെ കാണാനും അവർ നിങ്ങളിലേക്ക് വന്നു ചേരാനും ഉള്ള ആഗ്രഹം ഒരുപാട് ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തൊക്കെയോ സ്പിരിച്വലി അല്ലെങ്കിൽ ദൈവികമായ ചില സാഹചര്യങ്ങൾ, ദൈവികമായ ചില അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ഇവിടെ ഫസ്റ്റ് തന്നെ എടുത്തിരിക്കുന്ന ഇൻറ്റ്യൂഷനാണ്. അതെ, നിങ്ങളിലേക്ക് ഇൻറ്റ്യൂഷൻ വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ. സ്പിരിച്വലി നിങ്ങൾ കണക്റ്റ് ആവുന്ന ഒരു സമയമാണെന്ന് കാണുന്നു. ഒരുപാട് ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളിലേക്ക് ചില വ്യക്തികൾ
കടന്നു വരുന്നുണ്ട്. ചില വ്യക്തികളെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾക്ക് എനർജി പ്രദാനം ചെയ്യുന്നവർ, നിങ്ങൾക്കൊരിക്കലും വിട്ടുപിരിഞ്ഞു പോകാൻ പറ്റാത്ത ആൾക്കാർ, വിട്ടുപിരിയാൻ മനസ്സില്ലാത്ത ചില ആൾക്കാർ, അത്തരത്തിലുള്ള ആൾക്കാരുടെ എനർജി നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒരു യൂണിയൻ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് സംഭവിക്കാൻ പോകുന്നു. ഈ യൂണിയൻ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ്, എപ്പോഴാണ്, എങ്ങനെയാണ്? അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നുണ്ട്. അല്ല എങ്കിൽ നിങ്ങളിൽ നിന്നും അല്പമെങ്കിലും പിണങ്ങി മാറിയിരുന്നവർ വീണ്ടും നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു. നിങ്ങളില്ലാതെ അവർക്കൊരു ലൈഫ് ഇല്ല എന്ന് തന്നെ ചിന്തിച്ചിരിക്കുന്നവർ, നിങ്ങളില്ലാതെ അവർക്കൊരു സന്തോഷമേ ഇല്ല ലൈഫിൽ. കാരണം അകന്നിരുന്നാൽ പോലും എപ്പോഴും നിങ്ങളുടെ എനർജി അവരിലേക്ക് പാസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ ഡിവൈൻ മസ്കുലിൻ ആൻഡ് ഡിവൈൻ ഫെമിനൈൻ എനർജി ഒന്നു ചേരുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും വിട്ടുപിരിഞ്ഞിരിക്കാൻ പറ്റുന്നേ ഇല്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അവർ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നവർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. അല്ല എങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ സന്തോഷം വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സ്പിരിച്വലി എന്തൊക്കെയോ നിങ്ങളിലേക്ക് മാറ്റം വരാൻ പോകുന്നു. ആത്മീയപരമായ കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനെ പറ്റിയുള്ള അറിവ് നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു. അതുതന്നെയാണ് ഇവിടെ 2 എന്നുള്ള നമ്പർ നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 2 ആഴ്ചകൾ, 2 മാസങ്ങൾക്കകം, 2 ആഴ്ചകൾ പ്രധാനമായും 2 മാസങ്ങൾക്കകം നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സക്സസ് വരുന്നു എന്നുള്ളതാണ്. അബണ്ടൻസ്, സമൃദ്ധി വരുന്നു, സ്നേഹത്തിൻ്റെ സമൃദ്ധിയാണ് ഇവിടെ കാണുന്നത് എന്ന് കാണുന്നു. അതുപോലെ തന്നെ റെക്കഗ്നിഷൻ ആൻഡ് റിവാർഡാണ്. കണ്ടല്ലേ, ഇവിടെ നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ, അല്ല എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ സാമ്പത്തികപരമായ കാര്യങ്ങളിലായാലും നിങ്ങൾക്ക് അർഹിക്കുന്ന ഒരു അംഗീകാരം നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നു. അർഹിക്കുന്ന അംഗീകാരം ഏത് തലത്തിൽ നിന്നും ആകാം, ഏത് വേസിലൂടെയും ഏത് പാത്തിലൂടെയും വരാം. സ്പിരിച്വൽ പാത്തിലൂടെ ആയാലും അത് കരിയർ പാത്തിലൂടെ ആയാലും ഒക്കെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് അത് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്ന വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇതുവരെയും ജോലി ചെയ്തിരുന്നിടത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു അർഹിക്കുന്ന ഒരു പ്രൊമോഷൻ കിട്ടിയിരുന്നില്ലായിരിക്കാം. പക്ഷേ ഇനിയാണത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് കാണുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് അർഹിക്കുന്ന ശമ്പളം നിങ്ങൾക്ക് കിട്ടിയിരുന്നില്ല ഇതുവരെയും, പക്ഷേ ഇനി നിങ്ങൾക്കത് ലഭിക്കാൻ പോകുന്നു. മറ്റുള്ളവർക്ക് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും വേണ്ടത്ര ഒരു പ്രശംസ, മറ്റുള്ളവരുടെ ആദരവ് എനിക്ക് ലഭിച്ചിട്ടില്ല ഇതുവരെയും എൻ്റെ ഈ ഒരു കരിയർ ലൈഫിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായാലും. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള, നിങ്ങൾ അർഹിക്കുന്ന ആദരവും പ്രശംസയും പ്രശസ്തിയും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. അതുപോലെ തന്നെ ധനപരമായ കാര്യങ്ങളിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വരവ്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ആദരവ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഒരു റിവാർഡാണിത്. ഒരു റിവാർഡ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു, അവാർഡ് ലഭിക്കാൻ പോകുന്നു, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇവിടെ പറയാം. അപ്പോൾ ഇതിനെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ സമയമായിരിക്കുന്നു. ഇത്തരമൊരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം. 3 മാസങ്ങൾക്കകം, അല്ല എങ്കിൽ 3 ആഴ്ചകൾ, അല്ല എങ്കിൽ 3 മാസങ്ങൾക്കകം, 3 ദിവസങ്ങൾക്കകം ഒക്കെ നിങ്ങൾക്കിത് സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നിങ്ങളിൽ പലർക്കും ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്നുവെന്ന്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും കാണുന്നത്. കണ്ടില്ലേ, ഇവിടെ ബേസ് ചക്രയുടെ ആക്ടിവേഷനാണ്. ബേസ് ചക്ര എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 7 ചക്രാസിൽ ഫസ്റ്റ് വരുന്നതാണ് ബേസ് ചക്ര അഥവാ റൂട്ട് ചക്ര എന്ന് പറയും, മൂലാധാര ചക്ര എന്ന് പറയുന്നു. ഈ ചക്രയുടെ ആക്ടിവേഷൻ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നുണ്ട്. ഇല്ല എങ്കിൽ നിങ്ങൾ അത് ആക്ടിവേറ്റ് ആക്കി എടുക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനമാണ് ലഭിക്കാൻ പോകുന്നത് എന്ന് കാണുന്നു. തീർച്ചയായും വലിയ വലിയ മാറ്റങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. വളരെ വലിയ സന്തോഷങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ളത്, സാമ്പത്തികമായി ഇവിടെ പറഞ്ഞല്ലോ, ധനപരമായ ഒരു വരവ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. ധനപരമായ വരവെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെയും കാണുന്നത്. ഇതുവരെയും കിട്ടാതിരുന്ന മണി ബ്ലോക്ക്
മണി കിട്ടാതിരുന്നിട്ട് എങ്ങനെയാണത് ആ ബ്ലോക്ക് നിമിത്തം നിങ്ങൾക്കത് ലഭിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇനി അത് അത്തരത്തിലുള്ള ബ്ലോക്കുകൾ മാറിയിട്ട് നിങ്ങളിലേക്ക് ലഭിക്കാനുള്ള സാമ്പത്തികം ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഉത്സാഹം നിലനിർത്താൻ സാധിക്കുന്നു. അപ്പോൾ ഈ ചക്രയുടെ ആക്ടിവേഷൻ നിമിത്തം നിങ്ങൾക്ക് സ്ഥിരമായ ഉത്സാഹം നിലനിർത്താനും പുതിയ ജോലികളിലേക്ക് പോകാനും അവിടെ നിന്നും മണി ഏൺ ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ വളരെ സന്തോഷകരമായ അവസ്ഥകളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് തന്നെ കാണാം. മൂലാധാരമാണ്, എല്ലാത്തിനും കാരണമാണ്. എല്ലാത്തിൻ്റെയും പ്രധാനപ്പെട്ട കാരണമായ ചക്രയാണ് ബേസ് ചക്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് തന്നെ ഒരുപാട് സന്തോഷകരമായ അവസ്ഥകൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. ഇവിടെയും ഇതുവരെയും മടി പിടിച്ചിരുന്നവർക്ക് അത്തരത്തിലുള്ള ആ മടി മാറിയിട്ട് കുറച്ചുകൂടി ഉത്സാഹം വർദ്ധിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ പ്രോസ്പെറിറ്റി ബിഗിൻസ് ആണ്. കണ്ടില്ലേ, ഇവിടെ നിങ്ങളുടെ ഐശ്വര്യം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെയും 1 എന്നുള്ള നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റാർട്ടിംഗ് ആണ്. കണ്ടോ, വളരെയധികം സന്തോഷകരമായ അവസ്ഥയാണ് നിങ്ങൾക്കിപ്പോൾ വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. പ്രോസ്പെറിറ്റി ബിഗിൻസ് അഥവാ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സോളാർ പ്ലക്സസ് ചക്ര ആക്റ്റീവ് ആകുന്ന അവസ്ഥ. സോളാർ പ്ലക്സസ് ചക്ര, മണിപൂരക ചക്ര, മഞ്ഞ നിറത്തിലുള്ള ചക്ര, അത് ആക്റ്റീവായി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. നിങ്ങളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന അബണ്ടൻസ് ആണല്ലോ, അത് ഇത്തരത്തിലുള്ള ഒരു ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. ബിഗിൻസ് ആണ് ഇവിടെ, തുടക്കമാണ്. 11 എന്നുള്ള നമ്പർ, അതുപോലെ തന്നെ 111 ഒക്കെ, 11 111 ഒക്കെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കണം ചിലപ്പോൾ എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ ഈ ഒരു ഐശ്വര്യം നിങ്ങളിലേക്ക് വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. സ്പിരിച്വൽ യൂണിയനിലായാലും റെക്കഗ്നിഷൻ ആൻഡ് റിവാർഡിലായാലും ബേസ് ചക്രയുടെ ആക്ടിവേഷനിലായാലും നിങ്ങൾക്ക് ഐശ്വര്യം വർദ്ധിച്ചു വരുന്നുണ്ട്, സമൃദ്ധി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ സമൃദ്ധിയിലൂടെ നിങ്ങൾക്ക് പരസ്പരം സഹകരിച്ച് സന്തോഷിച്ച് ഒന്നിച്ചു പോകാൻ, ചില ആഗ്രഹങ്ങൾ നേടിയെടുക്കാനും ചില സന്തോഷങ്ങളെ നിലനിർത്താനും ഒക്കെയും സാധിക്കുന്ന എനർജിയാണ്. അത് ഏത് കാര്യത്തിലായാലും നിങ്ങൾക്ക് ഐശ്വര്യം വർദ്ധിച്ചു വരുന്നു. നിങ്ങൾക്ക് ഫുഡിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ മറ്റ് ധനപരമായ കാര്യമായാലും എന്തിൻ്റെയെങ്കിലും കാര്യമായാൽ തന്നെയും നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു. ഈ ഐശ്വര്യം നിങ്ങൾക്കിപ്പോൾ വർദ്ധിച്ചു വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇത് ഹാങ്ഡ് മാനാണ്. ഹാങ്ഡ് മാൻ കണ്ടില്ലേ, ഇവിടെ ഹാങ്ഡ് മാൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിയുള്ള വ്യക്തികളാണ്. ഇതുവരെയും നിങ്ങൾ ചിന്തിച്ചിരുന്ന ചില കാര്യങ്ങൾക്കൊരു നീക്കുപോക്ക് ഉണ്ടായിരുന്നിട്ടില്ല. പക്ഷേ ഇനിയും ഇപ്പറഞ്ഞ അവസ്ഥകൾ നിങ്ങളിലേക്ക് വരുന്നത് കാരണം ഇനിയും നിങ്ങൾക്ക് ഈ അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം വരുന്നുണ്ട്. മുന്നോട്ട് പോകാനുള്ള ബുദ്ധി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതിനെ മുന്നോട്ട് നീക്കാനുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കും. ഹാങ്ഡ് മാൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ തല കീഴായി നിൽക്കുകയാണ്. ഏത് കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ചിന്തിച്ചോ അതിനൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ വിഷമിക്കുന്ന ഒരവസ്ഥ. പക്ഷേ ഈ ഒരവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. കാരണം ഇവിടെ ഇൻഡ്യൂഷനാണ് വന്നിരിക്കുന്നത്. ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു, ഉൾവിളികൾ നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് കാണുന്നത്. കണ്ടില്ലേ, ദ സ്റ്റാറാണ്. ഒരുപാട് പേർക്ക് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഹെൽത്തിൻ്റെ കാര്യം, അതായത് വെൽത്തും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആകുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്കിപ്പോൾ ബാലൻസ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഇവിടെ അതുപോലെ തന്നെ സ്പിരിച്വൽ യൂണിയൻ വന്നിട്ടില്ലേ, പറഞ്ഞല്ലോ നിങ്ങളിലേക്ക് സന്തോഷവും അനുഗ്രഹങ്ങളും വരുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ സന്തോഷം വരുന്നുണ്ട്, അനുഗ്രഹം വരുന്നുണ്ട്, ലൈഫ് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ
കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സമൂഹത്തിലൊക്കെ കുറച്ചുകൂടി നല്ല വില തരുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പോകുന്നു. മറ്റുള്ളവർ നിങ്ങളെ പ്രശംസിക്കുന്ന അവസ്ഥ, നിങ്ങൾക്കൊരു താരമായി തിളങ്ങാനുള്ളത്, നിങ്ങൾക്ക് ഒന്നുകൂടി തലയെടുപ്പോടുകൂടി സമൂഹത്തിലൊക്കെ മറ്റുള്ളവരോട് പെരുമാറാനുള്ള കഴിവ് വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഇവിടെയും നിങ്ങൾക്ക് ഓപ്പോസിറ്റായാലും അഥവാ നിങ്ങൾക്ക് പോസിറ്റീവായാലും നെഗറ്റീവായാലും എങ്ങനെ ഏത് കാര്യത്തിലായാലും നിങ്ങൾക്ക് എതിർ നിൽക്കുന്ന ആൾക്കാരോടായാൽ പോലും, നിങ്ങൾക്ക് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആൾക്കാരോടായാൽ പോലും നിങ്ങൾക്ക് നല്ല രീതിയിൽ അവരെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നു. നിങ്ങൾക്ക് ഏത് കാര്യങ്ങളും മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആരോഗ്യം ഇതുവരെ കുറച്ച് മോശമായിട്ടിരുന്ന അവസ്ഥയിൽ നിന്നും കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട്, കുറച്ചുകൂടി പ്രോഗ്രസ് നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കുന്നു. കരയിലും വെള്ളത്തിലും കൂടെ ഒരുപോലെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങൾ സാധിക്കാൻ പറ്റുന്നു. അത്രമാത്രം നല്ല ഒരു പോസിറ്റീവ് എനർജിയാണ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നത് എന്ന് കാണുന്നുണ്ട്. ഇതുവരെയും അറിയപ്പെടാതിരുന്ന നിങ്ങൾ എന്തൊക്കെയോ ആയി മാറുന്നു, എന്തിനോടെങ്കിലുമൊക്കെ ഇപ്പോൾ കണക്റ്റ് ആവുന്നുണ്ട്. ദൈവികപരമായ കാര്യങ്ങളിലായാലും ധനപരമായ കാര്യങ്ങളിലായാലും ഒക്കെ നിങ്ങൾ കണക്റ്റ് ആവാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അതുപോലെ തന്നെ 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ നിങ്ങൾ പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങൾ തുടങ്ങാൻ ശ്രമിച്ചിരിക്കുന്നു. സഫലതയാണ് നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നത്. ഇവിടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ചിലതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ, നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ, മണി ഏൺ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ, മണിയുടെ തന്നെ ഒരു സഫലത. ഇവിടെ പെൻറ്റക്കിൾ എന്ന് പറയുമ്പോൾ എർത്ത് സൈനാണ്, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. അതുപോലെ തന്നെ വിവാഹം, നിങ്ങൾക്ക് വിവാഹം നടക്കാനുള്ള എനർജി ഉണ്ട് ഇവിടെ. സാമ്പത്തികം ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട്. പുതിയ ജോലിയിലേക്കുള്ള ഒരു പ്രവേശനം നിങ്ങൾക്ക്, വിവാഹം കഴിഞ്ഞ് നിങ്ങൾ വിദേശത്തേക്ക് പോകുന്ന എനർജി, ഒരുപാട് സന്തോഷകരമായ അവസ്ഥകൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് നല്ല സക്സസ് ഉണ്ടാവാൻ തുടങ്ങുന്നു. അതുപോലെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ സംബന്ധമായ കാര്യങ്ങൾ, ഡിഗ്രി എടുക്കാൻ, ഏതൊരു കാര്യത്തിലായാലും ഏത് വിഷയത്തിലായാലും നിങ്ങൾക്ക് മുന്നിട്ടിറങ്ങാൻ തുടങ്ങുന്നോ അതിൽ നിങ്ങൾക്ക് സക്സസ് വരുന്നുണ്ട്. ജോലി ലഭിക്കാനുള്ള സാധ്യത, ഒരുപാട് സഫലത നിങ്ങൾക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നു. മറ്റ് വീട് വാങ്ങിക്കുന്ന കാര്യമോ വാഹനം വാങ്ങിക്കുന്ന കാര്യമോ ഒക്കെയും നിങ്ങൾക്കിവിടെ സഫലമാകുന്ന എനർജിയാണ് കാണാൻ കഴിയുന്നത് എന്ന് തന്നെ പറയാം. ഇവിടെ ഒരുപാട് സന്തോഷകരമായ അവസ്ഥയാണ് നിങ്ങൾക്ക് ഇവിടെ വരാൻ തുടങ്ങുന്നത്. ഇവിടെ റെക്കഗ്നിഷൻ ആൻഡ് റിവാർഡ് വന്നിരിക്കുന്നത് കണ്ടില്ലേ. നൈറ്റ് ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. ബേസ് ചക്രയുടെ ആക്ടിവേഷനിൽ നിങ്ങൾക്ക് നൈറ്റ് ഓഫ് സോഡ്സ് വന്നിരിക്കുന്നത് കണ്ടില്ലേ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, സ്ഥിരമായ ഉത്സാഹം നിലനിർത്തി മണി ബ്ലോക്ക് മാറിക്കിട്ടുന്നു, മണി നിങ്ങളിലേക്ക് വരുന്നു. അതുപോലെയുള്ള എന്തോ മെസ്സേജ് അല്ലെങ്കിൽ ആരുടെയോ കാൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്ന് തന്നെ ഇവിടെ പറയാം. ആരൊക്കെയോ ദൂരദേശത്തു നിന്ന് നിങ്ങൾക്ക് ആരെങ്കിലും സാമ്പത്തികം തരാനുണ്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ ജോലിക്ക് വേണ്ടി നോക്കിയിരിക്കുന്നുണ്ടാവാം, അവരുടെ ഒപ്പം ചേർക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു. എത്രയും പെട്ടെന്ന് ആരുടെയോ എനർജി നിങ്ങളിലേക്ക് കടന്നു വരികയാണ്. ഇവിടെ നിങ്ങൾ മെസ്സേജോ കാളോ ആരുടെയെങ്കിലും ഇവിടെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയാണ്. കാരണം തീർച്ചയായിട്ടും ഇവിടെ എന്തെങ്കിലും ജോലിക്കാര്യത്തിനാവാം, അല്ലെങ്കിൽ മറ്റ് ആരെയെങ്കിലും നിങ്ങൾ നോക്കിയിരിക്കുന്നുണ്ടാവാം ഏതെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട്. അവരുടെ ഒരു എനർജി നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നതായി കാണുന്നുണ്ട്. അവരുടെ എന്തെങ്കിലും ഒരു വിശേഷം നിങ്ങളിലേക്ക് വന്നു ചേരാൻ തുടങ്ങുന്നു. ഒരു സന്തോഷകരമായ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന ഈ എനർജി. ഇവിടെ 6 ഓഫ് കപ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. പ്രോസ്പെറിറ്റി ബിഗിൻസ് ആണ്. കണ്ടില്ലേ, ഇവിടെ തീർച്ചയായിട്ടും കാണാതിരുന്ന് കണ്ടുമുട്ടുന്ന എനർജി. പഴയ സുഹൃത്തുക്കൾ, പിണങ്ങിയിരുന്നവർ വീണ്ടും കണ്ടുമുട്ടുന്നു, അവർക്ക് ഗിഫ്റ്റുകൾ കൈമാറുന്നു. സന്തോഷകരമായ ചില അവസ്ഥകളിലേക്ക് നിങ്ങൾ നീങ്ങാൻ തുടങ്ങുന്നു. ഇവിടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്ന് നല്ല ഐശ്വര്യം, ഇതുവരെയും പിണങ്ങിയിരുന്നവർ വീണ്ടും ഒത്തുകൂടുകയാണ്. ഇവിടെ നല്ല ഐശ്വര്യം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു. പുതിയതായിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു ലൈഫിലേക്ക് പോകുന്നത്
തുടങ്ങുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. പുതിയതായിട്ട് തന്നെ പ്രോസ്പെറിറ്റി ബിഗിൻസ്. അപ്പോൾ നിങ്ങളിവിടെ കൂട്ടുചേർന്ന് രണ്ടുപേരും കൂടെ ചേർന്നിട്ടുള്ള ഒരു സന്തോഷകരമായ ലൈഫ്, പ്രോസ്പെറിറ്റി, ഐശ്വര്യം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് വീണ്ടും പോകാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. വീണ്ടും പോകാൻ തുടങ്ങുകയാണ് ഇവിടെ. വീണ്ടും ഒരു മാറ്റം വരികയാണ് നിങ്ങൾക്കിവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഏഞ്ചൽസ് എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഏഞ്ചൽസ് മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഉടനെ സാധിക്കുമോ? ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്നു. കണ്ടില്ലേ, ഇവിടെ പല കാര്യങ്ങളും ഇവിടെ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞല്ലോ. വളരെ നല്ല എനർജിയാണ്. കണ്ടില്ലേ, ഓപ്പർച്യൂണിറ്റി, അതിനുള്ള അവസരം നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു. കണ്ടോ, ഇവിടെ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു. അവസരം വന്നാൽ മാത്രമല്ലേ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യം സാധ്യമാകൂ. അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾക്ക് ഏഞ്ചൽസ് തന്നിരിക്കുന്നത് ഇവിടെ എന്താണ്? ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. സന്തോഷമായിട്ടിരിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളിലേക്ക് വന്നിട്ടുള്ള ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾ അബണ്ടൻസ് ആണ്. കണ്ടോ, അബണ്ടൻസ്, സമൃദ്ധിയാണ്. ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം സമൃദ്ധിയിലേക്ക് പോകുന്ന വഴി തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളിലേക്ക് സംഭവിക്കാൻ പോകുന്ന. അബണ്ടൻസ് ആണ്, സമൃദ്ധി. എന്തിൻ്റെ കാര്യത്തിലും നിങ്ങൾക്ക് സമൃദ്ധി വരാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇവിടെ കേൾക്കാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ കേട്ടിരിക്കുന്നത് അതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. ഇനി രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തത് എന്താണ്? ചേഞ്ചാണ്. ഇതാണ് നിങ്ങൾ രണ്ടാമത്തേത് സെലക്ട് ചെയ്തിരിക്കുന്നത്. ചേഞ്ചാണ്. എന്തൊക്കെ ചേഞ്ചാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ ചേഞ്ചാണ് നിങ്ങളുടെ ലൈഫിലേക്ക്? പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡ്. ഇമോഷണൽ ലോസ്. കണ്ടോ, ഇമോഷണൽ ലോസാണ് ഇവിടെ. പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡ് എന്ന് പറയുന്നു. ഇവിടെ ഇമോഷണൽ ലോസാണ് വന്നിരിക്കുന്നത്. പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് വളരെ വിഷമകരമായ അവസ്ഥയിലായിരിക്കാം, പക്ഷേ അതിന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒരു അവസരം വന്നിരിക്കുകയാണ്. ആ കാര്യങ്ങളെ നിങ്ങൾക്ക് വിഷമകരമായ അല്ലെങ്കിൽ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്റ്റക്കായിട്ടിരിക്കുന്ന പല സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെ? പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡ്, പോസിറ്റീവായിട്ടുള്ള ചലൻ, മുന്നോട്ട് വളരെയധികം പോസിറ്റീവായിട്ട് പോകാനായിട്ട് നിങ്ങളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ ഇനി പോകാൻ പോകുന്നത് നല്ല ഒരു സാഹചര്യത്തിലേക്കാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റിൽ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒരു ചേഞ്ചാണ് ചേഞ്ചല്ലേ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ചേഞ്ച് ഇവിടെ വരുന്നുണ്ടല്ലോ. അടുത്തതായി ഇമോഷണൽ ലോസാണ്. കണ്ടേ, ഇതുവരെ നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ നിന്ന്, റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ, ഇവിടെ ഒരുപാട് നിങ്ങളെ ഇമോഷണലായിട്ട് ഒത്തിരി നിങ്ങൾ സഹിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഹൃദയപരമായ വികാരങ്ങളാണ്. അത്തരത്തിലുള്ള വികാരങ്ങളുടെ നഷ്ടമാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ഇതിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുന്ന ഒരവസ്ഥ വരും. ഇവിടെ ഒരു മാറ്റം നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. ഒരു ചേഞ്ച് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. ഈ ഒരു വിഷമകരമായ അവസ്ഥയിൽ നിന്നും, ഒത്തിരി ദുഃഖകരമായ അവസ്ഥയിൽ നിന്നും, ദുരിതം നിറഞ്ഞ ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. ഈ ഒരു ലോസ് നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ അതിനെ തരണം ചെയ്ത് അതിനെ കടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ ന്യൂ ബിഗിനിങ്സ് ആണ്. കണ്ടില്ലേ, പലർക്കും പല കാര്യങ്ങളിലും ഇവിടെ 0 തുടങ്ങുന്നത്. നിങ്ങളിപ്പോൾ 00, 000 എന്നൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ടോ ഏഞ്ചൽ നമ്പർ? തീർച്ചയായും നിങ്ങൾക്കിവിടെ ന്യൂ ബിഗിനിങ് ആണ് പറയുന്നത്. അത് 1 വന്നു കഴിഞ്ഞാലും തുടക്കമാണ്, സ്റ്റാർട്ടിംഗ് ആണ്.
അത് ഏത് കാര്യത്തിലും ഒരു സ്റ്റാർട്ടിങ് വേണമല്ലോ. അത് 11 വന്നാലും 00 വന്നാലും 111 വന്നാലും 000 വന്നാലും നിങ്ങൾക്കിവിടെ ഒരു ന്യൂ ബിഗിനിങ് ആണ്, ഒരു സ്റ്റാർട്ടിങ് ആണ് വരാൻ പോകുന്നത്. ഇവിടെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഇതുവരെയും ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിരുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്നും തീർച്ചയായും മുന്നോട്ട് വരികയാണ്. എങ്ങനെ മുന്നോട്ട് വരുന്നുണ്ട്? പുതിയ പുതിയ മാറ്റങ്ങളിലൂടെ, പുതിയൊരു തുടക്കത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. നിങ്ങളത് ആഗ്രഹിച്ചിട്ടുണ്ടാവാം, ഒരുപാട് നിങ്ങൾ കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം, എനിക്കിതിൽ നിന്ന് ഒരു നല്ലൊരു തുടക്കം വേണം, മറ്റൊരു തുടക്കം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ചേഞ്ച് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കണ്ടില്ലേ, നിങ്ങളെടുത്തത് സെലക്ട് ചെയ്തത് എന്താണ്? ചേഞ്ച് തന്നെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ലൈഫിലേക്ക് ഇത്തരത്തിലുള്ള ബിഗിനിങ്ങുകൾ വരാൻ തുടങ്ങുന്നു, സ്റ്റാർട്ടിങ്ങുകൾ വരാൻ തുടങ്ങുന്നു. എങ്ങനെയുള്ള സ്റ്റാർട്ടിംഗ് ആണ്? വളരെ സന്തോഷകരമായ സ്റ്റാർട്ടിങ്ങുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ല, അടുത്തതായി ബാലൻസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ ഏഞ്ചൽ നമ്പർ കാണാൻ തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങളിവിടെ 11 കണ്ടോ, 11 111 ഒക്കെ കാണുന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇവിടെ. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്സ്, ഡിവൈൻ ബ്ലെസ്സിങ്സ് ഒക്കെയുമുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റത്തിൻ്റെ തുടക്കം കുറിക്കുന്നതാണ്. തീർച്ചയായിട്ടും നല്ലൊരു തുടക്കം കുറിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്ന് തന്നെ കാണാൻ സാധിക്കുന്നത്. അത് ഏത് കാര്യത്തിലായാലും, നിങ്ങൾക്ക് ബുദ്ധിയുടെ കാര്യത്തിലായാലും, നിങ്ങൾക്ക് അതുപോലെ തന്നെ പാഷൻ ആയാലും, അതുപോലെ ധനപരമായാലും, അതുപോലെ പ്രണയപരമായാലും അത് നിങ്ങൾക്കൊരു തുടക്കം വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിനെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരു കോംപ്രമൈസിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങളുടെ പാർട്ട്ണറോട് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം പറഞ്ഞ് ഫലിപ്പിച്ച് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുറന്ന് സംസാരിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അത്രമാത്രം അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു. പാഷൻ ഇഗ്നൈറ്റഡ് ആണ്. ഇവിടെ പലർക്കും കണ്ടില്ലേ, ഇതും 1 എന്നുള്ള നമ്പർ തന്നെയാണ്. നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ എത്രമാത്രം എനർജിയാണ്, നിങ്ങളുടെ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. ഇവിടെ പാഷൻ ഇഗ്നൈറ്റഡ് ആണ്. പലർക്കും ഇവിടെ ആവേശം ആളിക്കത്തുകയാണ്. എന്തിനു വേണ്ടിയുള്ള ആവേശമാണ്? പല കാര്യങ്ങളിലൂടെ നിങ്ങൾക്കിവിടെ ഞാൻ പറഞ്ഞു 11 111 ഒക്കെ കാണുന്നവർ, ഏഞ്ചൽ നമ്പർ കാണുന്നവർക്ക് പുതിയ തുടക്കം, പുതിയ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ അമിതമായ ആവേശമാണ് പുതിയൊരു സ്റ്റാർട്ടിങ്ങിലൂടെ, പുതിയൊരു ജോലിക്ക്, അല്ലെങ്കിൽ പുതിയൊരു വീട് ഒക്കെ വയ്ക്കാൻ, പുതിയ വാഹനം ഒക്കെ ഒരു തുടക്കം, ലൈഫിലൊരു നല്ല സ്റ്റാർട്ടിങ് കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ആഗ്രഹം ആളിക്കത്തുന്നുണ്ട്, ഈ ആവേശം ആളിക്കത്തുന്നുണ്ട് എന്ന് തന്നെ വേണം ഇവിടെ പറയാൻ. ഇതൊക്കെ ഇപ്പോൾ നിങ്ങളിലേക്ക് സാധിച്ചു വരുന്ന എനർജിയാണ് കാണുന്നത്. ഡിവൈൻ ബ്ലെസ്സിങ്സ്, സ്പിരിച്വലി നിങ്ങൾ കണക്റ്റ് ആവുന്ന എനർജി ഇവിടെ ഉണ്ട്. കണ്ടില്ലേ, സ്പിരിച്വലി നിങ്ങൾ കണക്റ്റായിട്ട് തന്നെയാണ് ഇനി നിങ്ങൾക്ക് ഈ ന്യൂ ബിഗിനിങ് വരാൻ പോകുന്നത്, ബാലൻസ് ചെയ്ത് പോകാൻ സാധിക്കുന്നത്. നിങ്ങളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? ചേഞ്ച് തന്നെയാണ്. അപ്പോൾ ആ ഒരു മാറ്റം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. തീർച്ചയായിട്ടും അത് വന്നേ പറ്റൂ, അത് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ സോളാർ പ്ലക്സസ് ചക്രയാണ് ബോട്ടം വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും മണിപൂരക ചക്രയുടെ ആക്ടിവേഷൻ അത് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഐശ്വര്യം തുടക്കമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? ഇവിടെ 3 ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. 3 ഓഫ് സോഡ് വന്നു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടിയുടെ ആഗമനം ഉണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഹൃദയം മുറിപ്പെട്ട അവസ്ഥയിലിരിക്കുകയായിരിക്കും, ഹാർട്ട് ബ്രേക്ക് ആയിട്ടിരിക്കുകയാവാം, എന്തെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പിലെ പ്രശ്നമാകാം, അല്ല എങ്കിൽ ചിലപ്പോൾ ജോലി സ്ഥലത്തെ പ്രശ്നങ്ങളാവാം. എന്തായാലും ശരി, നിങ്ങൾ ഒരുപാട് ഹൃദയം തകർന്ന അവസ്ഥയിലാണെന്ന് കാണുന്നുണ്ട്. പക്ഷേ ഈ ഹൃദയം തകർന്ന അവസ്ഥയിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്, പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡ്. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക്
നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. വെളിച്ചം കണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഈ അവസ്ഥയിൽ നിങ്ങൾ ഒരുപാട് കാലം ഇരിക്കില്ല. കാരണം ഇതൊരു മൈനർ അർക്കാന കാർഡാണ്. ഈ സംഭവങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളാണിതൊക്കെ. ഈ ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചിലപ്പോൾ വഴക്കിട്ടിട്ട് വിഷമിച്ചിരിക്കുന്ന അവസ്ഥയാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് മറ്റൊരാൾ കടന്നു വന്നിട്ട് അതിൻ്റെ വേദന നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവാം. പക്ഷേ ഇത് എത്രയും പെട്ടെന്ന് കടന്നു പോവുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ കാണുന്ന പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡ് എന്നല്ല ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്നും ഇത്തരത്തിലുള്ള നെഗറ്റീവായ സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ തുടങ്ങുന്നു. മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അപ്പോൾ ഇതിവിടെ നിങ്ങൾക്ക് സഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ. നിസ്സാര കാര്യങ്ങളിലാണ് നിങ്ങളിപ്പോൾ വിഷമിച്ചിരിക്കുന്നത്. ഇതിനെ നിങ്ങൾ ഓവർകം ചെയ്തു പോകും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ക്യൂൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? നിങ്ങളിവിടെ എന്താണ് ഇമോഷണൽ ലോസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. എങ്ങനെയുള്ള ഇമോഷണൽ ലോസ് ആണ്? ഇവിടെ ഹൃദയപരമായ ഇമോഷണൽ ലോസ്. കണ്ടില്ലേ? അപ്പോൾ ഹൃദയപരമായ വികാരങ്ങളുടെ നഷ്ടം ആണ്. അപ്പോൾ ഇവിടെയോ? ഇവിടെ മാനിഫെസ്റ്റേഷനാണ്. കണ്ടില്ലേ? അപ്പം ആ ഒരു വികാരത്തിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. കാരണം ഇവിടെ മാനിഫെസ്റ്റേഷൻ ഉണ്ട്. നിങ്ങളുടെ പങ്കാളി നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങൾക്കും. അപ്പോൾ പിന്നെ നിങ്ങളൊന്നും ചേരാതിരിക്കില്ല എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ആരോ നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയവർ, ഒരുപാട് വിഷമം അനുഭവിച്ചിട്ട് മാറി നിൽക്കുന്നവർ ഇപ്പോൾ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയും നിങ്ങളെ ഒരുപാട് സ്വപ്നം കാണുന്ന അവസ്ഥ, നിങ്ങൾ അവരിലേക്ക് ചെല്ലാൻ വേണ്ടിയോ അല്ലെങ്കിൽ അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കപ്പ് വാട്ടർ സൈനാണ്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഇവിടെ സോഡാണ് വന്നിരിക്കുന്നത്. സോഡ എയർ സൈനാണ്. ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഇവിടെ കിങ് ഓഫ് സോഡ്സ് ആണ്. കണ്ടില്ലേ? ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടാകും. ഇവിടെ ന്യൂ ബിഗിനിങ്സ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. എന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ പോലും അതിനെ, ആ ഒരു തടസ്സത്തെ, ആ ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചലഞ്ചസിനെ മറികടക്കാൻ എനിക്ക് സാധിക്കും, ഞാനത് മറികടക്കും എന്നുള്ള ഒരു ഉഗ്രപ്രതിജ്ഞ എടുത്തിരിക്കുന്ന ഒരു രാജാവാണിത്. മനസ്സിലായില്ലേ? ഈ രാജാവിന് കിങ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ രാജാവിന് എന്തൊക്കെയാണ് ഇതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോയി രാജാവാകാനുള്ള ഒരു അവസ്ഥ, ഒരു സാഹചര്യമാണ് ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോവുക. തരണം ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതിൽ നിന്നൊരു മോചനമാണ്. അതിനെയെല്ലാം അവിടെ കട്ട് ചെയ്ത് വെക്കുകയാണ്. കാരണം അതിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ് ആണ് വരാൻ പോകുന്നത്. കണ്ടില്ലേ? പുതിയ സ്റ്റാർട്ടിംഗ് ആണ് ഇവിടെ എന്ന് പറയുന്നത് പോലെ എല്ലാ വിധത്തിലുള്ള, ചുറ്റിനും ഒരുപാട് പ്രതിസന്ധികളുണ്ട്, ചുറ്റിനും ഒരുപാട് വെല്ലുവിളികളുണ്ട്, ചുറ്റിനും തടസ്സങ്ങളുണ്ട്. ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുന്നതിനുള്ള തടസ്സങ്ങൾ, മുന്നോട്ട് നിങ്ങളെ ഒരു തരത്തിലും വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് ആൾക്കാർ നിങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവാം. പക്ഷേ അവരെയെല്ലാം തട്ടിമറിച്ച്, അവരെല്ലാം മാറ്റിയിട്ട് നിങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്നു. നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ തുടക്കം കൊണ്ടുവരാൻ പോകുന്നു, പുതിയ ഒരു സ്റ്റാർട്ടിംഗ് കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളതാണ്. അതാണ് ഇവിടെ ന്യൂ ബിഗിനിങ് വന്നിരിക്കുന്നത്. ഇവിടെ കിങ് ഓഫ് സോഡ് പറയുന്നത്. ഇവിടെ കണ്ടില്ലേ? ഇത് ലവേഴ്സിൻ്റെ എനർജിയാണ്. ഇത് ലവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ ബാലൻസ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുകയല്ലേ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ലൈഫ്. ട്വിൻ ഫ്ലെയിം കണക്ഷനാണ്, സോൾമേറ്റ് കണക്ഷനാണ്. ഇപ്പോൾ എല്ലാ കണക്ഷനും അത്തരത്തിലുള്ളതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാർമികാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരുപാട് സന്തോഷകരമായ മുഹൂർത്തങ്ങളിലൂടെ, സന്തോഷകരമായ ദിവസങ്ങളിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷേ ഇവിടെ റാഫേലിൻ്റെ, ആർക്കേഞ്ചൽ റാഫേൽ ഇവിടെ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. സ്വയം ഇവിടെ ഹീൽ ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. പരസ്പര ഹീലിങ്. അപ്പോൾ ഇവിടെ വളരെയധികം സന്തോഷകരമായ ഒരു ലൈഫ്, പ്രോസ്പെറിറ്റി നിറഞ്ഞ ലൈഫ്, അനുഗ്രഹം, ദൈവാനുഗ്രഹം
ഏഞ്ചൽസിൻ്റെ അനുഗ്രഹം ഒക്കെയും നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. നിങ്ങളുടെ ഇവിടെ ചിലപ്പോൾ പിരിഞ്ഞു പോയവർ ഒന്നിച്ചു ചേരാനും, അല്ല എങ്കിൽ ചിലപ്പോൾ വിവാഹം നടക്കാനും ഒക്കെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതല്ല എങ്കിൽ തന്നെയും ജീവിതത്തിൽ മറ്റ് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് കൂടിച്ചേർന്ന് സന്തോഷം അനുഭവിക്കാനുള്ള അവസ്ഥ ഉണ്ടാവുന്നു. ഇവിടെ ബാലൻസാണ്, കണ്ടില്ലേ? ഏഞ്ചൽ ഏത് കാര്യത്തിലും, ഇവിടെ ധനപരമായാലും ഇവിടെ പ്രണയപരമായാലും ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവനും നിങ്ങൾക്ക് ഈ ഒരു അഭിവൃദ്ധിയിലേക്കും സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും നീങ്ങാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ എന്താണ്? 4 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ? നിരാശ, ഒരുപാട് നിരാശ അനുഭവിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. ഈ നിരാശ എന്തിനു വേണ്ടിയാണ് അനുഭവിക്കുന്നത്? കുറേ കാലം കൊണ്ട് ഈ നിരാശ അനുഭവിക്കുകയാണ്. അപ്പോൾ ഈ ഒരു നിരാശയിൽ നിന്ന് നിങ്ങളിവിടെ പാഷൻ ഇഗ്നൈറ്റഡ് ആണ്. നിങ്ങൾക്ക് ആവേശം കത്തിജ്വലിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങാൻ പോകുന്നു. ഈ ഒരു നിരാശ നിങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോവുക തന്നെ ചെയ്യും. കാരണം എന്താണ്? അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടാൻ പോകുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കുന്നില്ല ഇത് നിങ്ങളിലേക്ക് വരും എന്ന്. അതുപോലെ ഒരുപാട് ആവേശം നിങ്ങളിലുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മടുപ്പിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നു. ചിലപ്പോൾ ആഗ്രഹിച്ച ജോലി ലഭിച്ചിട്ടുണ്ടാവില്ല, ആഗ്രഹിച്ച പങ്കാളിയെ ലഭിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ജോലിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഈ കരിയർ സംബന്ധമായ കാര്യങ്ങളിലോ അല്ല എങ്കിൽ കാത്തിരിക്കുന്ന സാമ്പത്തികം ലഭിച്ചുവെന്ന് വരില്ല. പല കാര്യങ്ങളിലും നിങ്ങളിപ്പോൾ നിരാശ അനുഭവിക്കുന്നു. ഒരുപാട് നിരാശ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഹൃദയപരമായ ഇമോഷൻസ് നിങ്ങളിൽ ഒരുപാട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ അപ്രതീക്ഷിതമായിട്ടാണ് നിങ്ങൾക്ക് വിജയം വരാൻ പോകുന്നത്. ഇവിടെ ഈ ആവേശമുണ്ടല്ലോ, ആവേശം നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നോക്കാം നമുക്ക് ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്സ് എന്താണ്. ലെറ്റ് ഗോ. കണ്ടില്ലേ? ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമകരമായ സാഹചര്യം, ഇവിടെ ഹാർട്ട് ബ്രേക്ക് വന്നിട്ടുണ്ട്, ഇമോഷണൽ ലോസ് വന്നിട്ടുണ്ട്, ഇവിടെ 4 ഓഫ് കപ്സ് വന്നിരിക്കുന്ന നിരാശ അനുഭവിക്കുന്ന അവസ്ഥ. ഇതിലെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ലെറ്റ് ഗോ ചെയ്യൂ എന്നാണ്. അതിനെ വിട്ടുകളയൂ. എനിക്കിതിനെ അനുഭവിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ഇതിനെ വിട്ടുകളഞ്ഞാൽ മാത്രം മതിയാകും എന്നാണ് ഇവിടെ ഏഞ്ചൽ തന്നിരിക്കുന്ന മെസ്സേജ്. ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ് വന്നിരിക്കുന്നു, ഏഞ്ചൽസിൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നത് അങ്ങനെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യാവുന്നതാണ്. ഇനി ഇതുവരെയുള്ള സംഭവത്തിൽ നിന്നും ഇതുവരെയുള്ള ജീവിതത്തിൽ നിന്നും എന്തൊക്കെ നിങ്ങളെ മടുപ്പിക്കുന്ന, എന്തൊക്കെ നിങ്ങളെ വിഷമിപ്പിക്കുന്ന അവസ്ഥകളുണ്ടോ അതിനെയൊക്കെ നിങ്ങളൊന്ന് ലെറ്റ് ഗോ ചെയ്ത് നോക്കൂ. അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒരാൾ പിരിഞ്ഞു പോയി, നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ്, ബ്രേക്കപ്പിലാണ്. അപ്പോൾ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അവരുടെ പുറകെ ചേസ് ചെയ്യാൻ പാടില്ല. ചേസ് ചെയ്യണ്ട, നിങ്ങളവരെ വിട്ടുകളഞ്ഞേക്കൂ, ലെറ്റ് ഗോ ചെയ്യൂ. അപ്പോൾ വീണ്ടും തീർച്ചയായിട്ടും അത് നിങ്ങൾ എന്ത് ലെറ്റ് ഗോ ചെയ്യുന്നു അത് നിങ്ങളിലേക്ക് തിരിച്ചു വരും. കണ്ടില്ലേ? ഇവിടെ പുതിയ തുടക്കം വരുന്നുണ്ട്, ബാലൻസ് ചെയ്ത് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല നല്ല എനർജി നിങ്ങളിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് ഒന്നിനെക്കുറിച്ചും ചിന്തിക്കണ്ട. കൂടുതൽ എനർജി നിങ്ങൾ ഒന്നിൻ്റെയും പുറകെ കളയണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരാഴ്ചയെങ്കിലും ലെറ്റ് ഗോ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ ഇരിക്കൂ. അത് യൂണിവേഴ്സ്, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ പല കാര്യങ്ങളിലും? അപ്പോൾ യൂണിവേഴ്സിനോട് പറയുക, ഞാനിത് ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി, ഇനി ഞാനിത് അവിടത്തേക്ക് സമർപ്പിക്കുന്നു, ഇനി എനിക്കിതിനെക്കുറിച്ച് ചിന്തിക്കാൻ വയ്യ എന്ന് മാത്രം പറഞ്ഞാൽ മതി. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അത് നിങ്ങളിലേക്ക് വന്നു ചേരും. ആ ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങൾക്ക് ലൈഫിൻ്റെ തുടക്കം ഇവിടെ ആസ്വദിക്കാൻ സാധിക്കും. ആ ഒരു നല്ലൊരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വരിക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത്. കണ്ടില്ലേ? നിങ്ങളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ചേഞ്ചാണ്. ഇവിടെ ചേഞ്ച് വരാൻ സമയമായിട്ടുണ്ട് നിങ്ങളിൽ പലർക്കും. കണ്ടില്ലേ? ഇവിടെ 00, 000, 11, 111 ഒക്കെ കാണുന്നവർക്ക് ഇവിടെ അത്തരത്തിലുള്ള നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലൊരു സ്റ്റാർട്ടിംഗ് ആണ് ഇവിടെ വരാൻ പോകുന്നത്. ഒരുപാട് സന്തോഷകരമായ മുഹൂർത്തങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. അത് ഉടനെ തന്നെ നിങ്ങൾക്കത് സംഭവിക്കാൻ പോകുന്നതാണ് എന്ന് കാണുന്നു.
അപ്പോൾ ഇതൊക്കെയാണ് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.